ഇന്ന് മക്കൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സുജി പോവാന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഞാനും കൂടി ചാടി കയറി ഇരുന്നിട്ടുണ്ട്. വെറുതെ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ അവർ പിക്ക് ചെയ്തു. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ടും സ്കൂൾ ഉണ്ടായിരുന്നതിന്റെ അമർഷാണ് ആ മുഖത്തൊക്കെ കാണുന്നത്. മഴ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച 2 ലീവ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് റീപ്ലേസ് ചെയ്തതാണ്. ഏതായാലും അതിന്റെ അമർഷമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് സുജി ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കുഞ്ഞു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. ചെറിയ രീതിയിൽ ചായയും സ്നാക്സ് ഒക്കെ കഴിക്കാലോ. അവിടെ ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ലുഡോയും ജങ്ക ഒക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. മക്കള് പിന്നെ അതിലൊക്കെ അങ്ങോട്ട് എൻഗേജ്ഡ് ആയി. മക്കള് ജങ്കയാണ് കൂടുതലും കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇവരോട് ചോദിക്കായിരുന്നു, ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ, എന്നിട്ട് ഇതുവരെ ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് കളിക്കണ കണ്ടിട്ടില്ലല്ലോ. അതിലവർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇത് കണ്ടിന്യൂസ്ലി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു, കാരണം ഇത് മറിഞ്ഞു വീണത് കാണാനുള്ള ആ ഒരു ഊറ്റത്തിന് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ആയപ്പോഴാണ് പ്രോപ്പറായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മറിഞ്ഞു വീണത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിച്ചതൊന്നും നടക്കൂല. അപ്പൊ പിന്നെ ചെറുതായിട്ടുള്ള സംഭവത്തിൽ ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഷോപ്പിന്റെ പേര് കട്ട്ലസ്റ്റ എന്നാണ് കേട്ടോ. ഇവിടെ പല വിധത്തിലുള്ള കട്ട്ലറ്റുകളാണ് കിട്ടുന്നത്. ഞങ്ങൾ 4 പേരും 4 വിധത്തിലുള്ള കട്ട്ലറ്റുകളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഒരു ഭംഗിക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ വലിയ തെറ്റില്ലാന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരു സെറ്റും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ആ ഒരു ചീസി കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ കടിച്ചിട്ട് വലിക്കുമ്പോൾ ആ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുമല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറെ ശ്രമിച്ചു. ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി അവൻ പിന്നെയും കാണിച്ചു തന്നപ്പോൾ ലാസ്റ്റ് ഏകദേശം ഒരു വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഷോപ്പിന്റെ അടുത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള കാർ വാഷിംഗ് സെന്ററിലാണ് ഞങ്ങൾ പറഞ്ഞ് കാർ പാർക്ക് ചെയ്തത്. ഞങ്ങൾ കാർ വാഷ് ചെയ്യുന്ന സ്ഥിരം സ്ഥലം ആയതുകൊണ്ടും ഇപ്പൊ ഞങ്ങളുടെ ഒരു കാർ അവിടെ വാഷ് ചെയ്യണോണ്ടും അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ലിയോ ഇത്ര നേരം എവിടെയായിരുന്നു എന്നുള്ള ഒരു നോട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് സുജി തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോയി. ഇനി ഞങ്ങൾ ടോട്ടോനെ വീണ്ടും ഷോക്ക് ഇറക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അതിന് അവന്റെ ട്രെയിനർ വന്നിട്ടുണ്ട്. ലിയോക്ക് ആണെങ്കിലും ടോട്ടോക്ക് ആണെങ്കിലും ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഇവരെയാണ് ഞങ്ങൾ ഏൽപ്പിക്കാറുള്ളത്. അതുകൊണ്ട് നല്ല പരിചയമാണ്. ഞങ്ങൾക്ക് ലിയോനും ടോട്ടോനും തന്നത് ഇവർ തന്നെയാണ് കേട്ടോ. ടോട്ടോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ചെറിയ കൂട് കൊണ്ടുവന്നപ്പോൾ ലിയോയും കൂടി അതിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. എവിടെ കൊള്ളാനല്ലേ. ആ കൂട് അങ്ങോട്ട് തുറന്നതും ടോട്ടോ അതിലേക്ക് ചാടി അങ്ങോട്ട് കയറി. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും പിന്നെ അവൻ ഞങ്ങളോട് കാണിച്ചിട്ടില്ല കേട്ടോ. നേരെ അങ്ങോട്ട് ചാടി കയറി അവൻ അവന്റെ പാട്ടിന് പോയി. ബൈ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാട്ടോ എന്നായിരിക്കും അവന്റെ മനസ്സിൽ എന്തായാലും. പക്ഷെ ലിയോ ഇവിടെ ഇരുന്ന് കരയായിരുന്നു. അവൻ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി കരയുണ്ടായിരുന്നു കേട്ടോ. ഒരു വിസിലടിക്കുന്ന പോലെയാണല്ലോ അവർ കരയാ. പോയിട്ട് കുറെ നേരത്തിന് അവൻ ഗേറ്റിന്റെ സൈഡിലോട്ട് നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അഴിച്ചു വിട്ടപ്പോൾ ഗേറ്റിന്റെ സൈഡിൽ തന്നെ ആയിരുന്നു കുറച്ച് നേരത്തിന്. ഇവിടെ ഒരാള് സ്കിപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. കുറെയൊക്കെ റെഡി ആയി വരുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് റെഡി ആവണില്ല. മറ്റേ ആള് സ്കിപ്പിംഗ് ചെയ്ത് കിളി പോയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി നാളെ സൺഡേ ആയതുകൊണ്ട് ഒരു മൂവിയൊക്കെ കണ്ട് പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. ബൈ.